Hi children, how are you all? Hope you all are doing well, isn't it? All are staying safe itself. Okay, so we can go to next chapter, isn't it? All of you studied last chapters and all, isn't it children? Yes, I hope that all of you understand and all of you studying, isn't it? So next chapter is what? Exponents and powers. I am taking that chapter 13 here, exponents and power. Okay, so here what is meant by exponent and what is meant by power? നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും, കാരണം ചേച്ചിയോ ചേട്ടന്മാരൊക്കെ വീട്ടിലുള്ളവർക്കാണെങ്കിൽ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതാണ് എന്നുള്ളത്. എന്നാലും നമ്മൾ കുറച്ചുകൂടി നമ്പേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഇതാണ് അല്ലേ സാധനം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നൗ വി ക്യാൻ ഗോ ടു ഹിയർ, വി ക്യാൻ ലുക്ക് ഔട്ട് ഹിയർ 1000. വെൻ വി ആർ റൈറ്റിംഗ് 1000, നമ്മളിവിടെ ഒരു 1000 എന്നുള്ളൊരു നമ്പർ ഞാൻ എഴുതി. ഓക്കെ, 1000. പിന്നെ 1000 is there. നമ്മളിപ്പോൾ 1000 ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം, ഇറ്റ് ഈസ് 10 into 10 into 10 എന്ന് എഴുതാം അല്ലേ. എന്താണ് 1000 മീൻസ് ഹിയർ വി ക്യാൻ റൈറ്റ് 1000 as 10 into 10 into 10 എന്ന് എഴുതിക്കൂടെ? എന്താണ് എഴുതിയാൽ എന്താ പ്രശ്നമുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് എന്താ 1000നെ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. 10 into 10 into 10 is 1000 means here we can write as 10 raised to 3. ഇപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും, എന്താണ് ആരൊക്കെയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ. 10 raised to 3 എന്ന് നമ്മൾ എഴുതാറുണ്ട്. 10 raised to 3 എന്ന് പറയുമ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? 10 എന്ന് പറയുന്ന നമ്പർ 3 ടൈംസ് എന്നാണ്. 10 എന്ന് പറയുന്ന നമ്പർ 3 ടൈംസ് ആയതുകൊണ്ടാണ് എന്ത് എഴുതുന്നത്? 10 raised to 3. സോ ഹിയർ 10 raised to 3 എന്ന് എഴുതുമ്പോൾ ഈ 10 എന്ന് പറയുന്നത് എന്താണ് അവിടെ? ഇറ്റ് ഈസ് നോൺ ആസ് ബേസ്. എന്താണ് 10 എന്ന് പറയുന്ന നമ്പർ അവിടെ ബേസ് ആയിട്ടും ഈ മുകളിൽ 3 എന്ന് പറയുന്ന നമ്പർ ഇറ്റ് ഈസ് നോൺ ആസ് ദ എക്സ്പോണന്റ്. വാട്ട് ഈസ് ദാറ്റ്? 3 is the exponent there and 10 is the base there. Okay, now what you understand what is the exponent and what is the base there? എന്താണ് ബേസ് എന്ന് പറയുന്നത്? ഏത് നമ്പർ ആണോ അവിടെ എടുക്കുന്നത്, നമ്മൾ ഏതാ നമ്പർ അവിടെ എടുത്തിട്ട് അതിൻ്റെ എന്താണ് എത്ര പ്രാവശ്യം എന്ന് അവിടെ പറയുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഹിയർ ബേസ് ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? എക്സ്പോണന്റ്. അപ്പോൾ ഇവിടെ കുറേ നമ്പേഴ്സിന് നമ്മൾ കണ്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് ദാറ്റ്? 10 സ്ക്വയർ, 3 സ്ക്വയർ ഒക്കെ പറയുന്നത്. എന്താണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? We all hear like what is that? 2 square എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് 2 square എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? That is what? Square. 2 പ്രാവശ്യം. That is 2 square means it is known as what? 2 into 2. എന്താണ് 2 എന്ന് പറയുന്ന ആ ബേസ് നമ്മൾ എത്ര പ്രാവശ്യം എഴുതണ്ട? 2 പ്രാവശ്യം. 2 into 2. That is known as 2 square. And if we are writing like 2 raised to 3, that is raised to 3. We are using as raised to 3 and also square there, isn't it? അപ്പോൾ എന്താണ് അവിടെ? 2 raised to 2 എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ 2 raised to 2 എന്നും ഇതിനെ പറയാം. എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? 2 raised to 2 and also we can write tell us 2 square also. Here we can tell us 2 raised to 3 and here we can tell us what? 2 cube. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ക്യൂബ് എന്നും സ്ക്വയർ എന്നൊക്കെ നമ്മൾ ചേട്ടന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഹിയർ 2 square and 2 cube. അപ്പോൾ ഇവിടെ 2 square എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 എന്ന് പറയുന്ന നമ്പർ 2 പ്രാവശ്യം അവിടെ ചെയ്യുന്നു എന്നാണ്. ദാറ്റ് ഈസ് നോൺ ആസ് 2 square, that is 2 into 2. And 2 cube എന്ന് പറയുമ്പോൾ 2 that is 3 times that is 2 into 2 into 2. That is what? 2 cube. 2 raised to 3 or 2 raised to 2 എന്നൊക്കെ പറയുന്നത്. So here that is 10 raised to 3 is known as the exponential form of 1000. അപ്പോൾ ഇവിടെ ഈ 10 raised to 3 എന്ന് പറയുന്ന ബേസും എക്സ്പോണന്റും ഉണ്ടല്ലോ, നമ്മൾ എന്താണ് ബേസും എക്സ്പോണന്റും കൂടി വരുന്ന ആ ഒരു സംഭവത്തിനെ മൊത്തത്തിലാണ് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് നോൺ ആസ് ദ എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് 1000. അപ്പോൾ 1000ന്റെ എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1000ന്റെ എക്സ്പോണൻഷ്യൽ ഫോം is 10 raised to 3. ദാറ്റ് ഈസ് നോൺ ആസ് ദ എക്സ്പോണൻഷ്യൽ. 10 raised to 3 is the exponential form of 1000 എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഈസ് ബേസ് ആൻഡ് വാട്ട് ഈസ് എക്സ്പോണന്റ്. സോ വെൻ വി ആർ ഗെറ്റിംഗ് എ നമ്പർ there we can arrange. ഇപ്പോൾ ഇവിടെ 1000നെ 10 into 10 into 10 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് നമ്പേഴ്സ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് നമ്പേഴ്സ് കൊണ്ടാണോ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നത്, യു നോ ഹൗ വാട്ട് ഇൻ യുവർ ലോവർ ക്ലാസ്സസ് ആൻഡ് ഓൾ വി ഹാവ് സ്റ്റഡീഡ് ബൈ യൂസിങ് ദ ഡിവിഷൻ മെത്തേഡ് ആൻഡ് ഓൾ. വാട്ട് ഈസ് ദാറ്റ്? വി ആർ ഫൈൻഡിങ് LCM, we find HCF and all by using division method. So they will be getting like 3 into 2 into 5 like that and all, or 3 into 3 into 2 into 2 into 5 and all. So that instead of that we can make as what? 3 എന്ന് പറയുന്ന നമ്പർ 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ we can write as 3 square into 2 means we can write as 2 square
square. Okay, so that is we are using here as exponential form. So here the base and base will be different, not only 10 here. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എപ്പോഴും 10 ആണോ? No, every time it will be not 10. This is for example that I have just taken here 1000. So it will be easy for you when you are hearing like 1000 and all, or it is 100 and all. When you are hearing 1000 or 100 and all, it will be easy for you to understand. That's why I just taken here as 1000. So 1000 means it is 3 times 10 there. So 10 into 10 into 10, that is 10 into 10 into 10 എന്താണ് അവിടെ 10 raised to 3 ആണ്, that is exponent, and base is there, and the 10 raised to 3, that is known as the exponential form. And here 5642 is 5000 plus 600 plus 40 plus 2, that is what here this we can write 5642 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് എഴുതാറ്? 5 is in 1000 place, so we can write as 5000 plus 6 is in 100 place, so we can write as 600, and 4 tens place 40, and 2 is in ones place, that we can write as 2. അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോൾ നമ്മൾ ഈ പവേഴ്സിലൊക്കെ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോമിലേക്കൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അത് ചെയ്യാനായിട്ട് പറ്റും? ഹിയർ വി കൻ ഇൻസ്റ്റെഡ് ഓഫ് 5000 വാട്ട് വി ക്യാൻ റൈറ്റ് ആസ് 5 into what 10 raised to 3 എന്ന് എഴുതിക്കൂടെ? കാരണം എന്താണ്? 5000 means 5 into what 10 into 10 into 10 അല്ലേ? 5 into 1000 ആണ് എന്ത്? 5000. So we can write as what 5 into 1000. So what is what 1000 then? 5 into 10 raised to 3, isn't it? So again here 6 into 100, isn't it? 600 means it is 6 into 100. So 6 into 100 means again we can write as 6 into 10 raised to 2 or 10 square. And again here 40 means 4 into 10, that is 10 raised to 1, isn't it children? Here 4 into 10 plus 2. ഓക്കെ, ഹിയർ എന്താണ് ഇവിടെ 4 into 10 മാത്രമേ ഉള്ളൂ അല്ലേ? 10 എന്ന് പറയുന്നത് ഒരു 0 ഉള്ളതാണ്, അപ്പോൾ അവിടെ 10 raised to 1 is there. And here 5 into 10 raised to 3 എന്ന് പറയുമ്പം 10, അതായത് 10 into 10 into 10. ഇവിടെ 10 square means 10 into 10. Here 10 means it is only one time, that is only 10. So this is how we will write in the what in this form, that is what here in the exponential form. And how if they are asking, if they are given the number, you must not write in the expanded form only, we must write in the by using the exponents there. Okay children, so next is what 81. When we are taking 81 here, 81 എന്നുള്ള ഒരു നമ്പർ ഞാൻ എടുത്തു. So when we are taking 81 there, they are asked to find out by using any method you can use. But when we are using, we can do 10 there. 10 വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ 81നെ ഇവിടെ എന്ത് ചെയ്തു? ഈ 3 കൊണ്ട് 81 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാറുണ്ട്. നമ്മൾ കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് 81 ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? സോ വെൻ വി ആർ ടേക്കിംഗ് 2, it will go in 81? No. So always we will take what 3 അല്ലേ? 3 തന്നെയാണ് നമ്പർ പോകുക. കാരണം എന്താണ്? 3 2s are 6 അല്ലേ? 3 2s are 6, 7 8 21 comes here. So here what 7 3s are 21 എന്ന് കിട്ടി. So again what, which number will go in 27 here? Again 3 will go in 27. 3 will go, 9 3s are 27. Again which number will go? 3 3s are 9, and again 3 1s are 3. So how many times? 3 1 1 2 3 4 times 3. So that means what? 3 raised to 4 അല്ലേ? എത്ര പ്രാവശ്യമാണ് ഇവിടെ? 1 2 3 4 പ്രാവശ്യം എന്തുണ്ട് അവിടെ? 3 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ എഴുതാറ്? 3 into, when we are finding LCM or HCF and all, we will be putting like 3 into 3 into 3 into 3, isn't it? This and all we studied in 4th standard. So here this way we will be finding like LCM and HCF. So the same method we can use for this also. So here we are getting 3 raised to 4. So 4th power, this is known as the 4th power of 3. What is that here? 81ന്റെ എന്താണ്? 4 times 3 ചെയ്താലാണ് എന്ത് കിട്ടുക എന്ന് പറയുന്നത്? 81 എന്ന് പറയുന്നത്. 3 എന്ന് പറയുന്ന നമ്പർ 4 times നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് 81 എന്ന് പറയുന്ന നമ്പർ കിട്ടുക. അപ്പോൾ ഇത് that is known as what? 81 is the 4th power of 3. So you understand that endana 4th power, this is the exponent, and they are telling like that what is, this is also what 4th power of 3 inde 4th power aanu ennu parayunu. So that is known as here 4th power of 3, and this is known as the base, and also you can tell us exponent also there. Okay, so here next is express 256 as a power of 2.
അപ്പോൾ എന്താണ് ഒരു 2ൻ്റെ പവറായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. എങ്ങനെയാണ് 2ൻ്റെ പവറായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കുക? ദിസ് ഇസ് ലൈക്ക് വാട്ട് വി ഹാവ് സ്റ്റഡീഡ് ബിഫോർ ഇറ്റ്സെൽഫ്, ലൈക്ക് HCF ആൻഡ് HCM ആൻഡ് ഓൾ എക്സ്പ്രസ് 256. അപ്പോൾ 2 മാത്രമേ അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? പവർ ഓഫ് 2ൻ്റെ പവറായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 2 കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, വേറെ നമ്പർ കൊണ്ട് നമ്മൾ ചെയ്യാനായിട്ട് പറ്റില്ല. ബട്ട് if they are asked like find the exponential form only like that and all, we can use any number. But here they are asked express 256 as a power of 2. അപ്പോൾ 2 മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ 256, isn't it? We must take only 2. So 2, when we are taking 2 one time and 2 will go in 5, 2 what? 2 2s are 4. 2 2s are 4. Balance 1 will go to another number. It will become 16. So 2 will go in 16 how many times? 2 8s are 16. Okay children, here 2 1s are 2, again 5 is there, 2 will go in 5 how many times? 2 2s are is 4, balance there is 1, so 1 will go to other number, it will become 16. So 2 8s are is 16 there. Again you want to do only by what? Only by 2 itself, no other number we can take there, because they have asked you to use only power of 2 itself. So we can take as 2 here. Again 2 will go in 12, 2 6 are 6 2s are 12 and 2 4s are 8. Again the number will go 2 3s are 6, 2 2s are 4. Again this number will go 2 1s are 2. Again what? Balance 1 will go to this number and will go 6 2s are 12. Again 2 8s are 16. Again 2 4s are 8. Again 2 2s are 4. Again 2 1s are 2. So how many times? 1 2 3 4 5 6 7 8 times we get. So how will you write? 2 എന്ന് പറയുന്നത് എത്ര പവർ ഉണ്ട്? എത്ര പ്രാവശ്യമാണ്? So it will become 2 raised to 8. That is 2 into 2 into 2 into 2 into, like that we must write. We all studied like by using LCM and HCF and all, we will be multiplying. What is the LCM here എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. So that is what? 2 raised to 8 there. Okay children, so here also what? Which is greater? Which is greater here? 2 cube. 2 cube means what? 2 2s, 2 into 2 into 2, and 3 square means what? 3 into 3. So which is greater? 2 2s are 4, 4 2s are 8 and 3 3s are 9. Which is greater here? 3 square is greater. 3 square is greater, that is 9 is greater. So here a cube b square. A cube b square means what? A into A into A. B square means what? B into B. Like that you must find it out. A square means A into A. So here any difference or anything else is there, you must find it out. Okay, I will tell this next class, and you must find it out and keep it there. Okay children, thank you.